ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിതാ കടലക്കറി ഉണ്ടെന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ കൽച്ചട്ടിയിലേക്ക് നമ്മൾ കടല കഴുകിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാൻ പോകട്ടെ. അപ്പോൾ കടല നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താട്ടോ. അങ്ങനെ നമ്മളിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ. നമ്മൾ കൽച്ചട്ടിയിലല്ല, കൽച്ചട്ടിയിൽ വേവിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ കുറേ സമയമാവില്ല വേവിന്ത് കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ശേഷം നേരെ കൽച്ചട്ടിയിലേക്ക് മാറ്റുകട്ടോ ചെയ്യണത്. അങ്ങനെ നമ്മളിതാ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് നന്നാക്കി വെച്ചിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് കടല വെന്ത് വന്ന ശേഷം കൽച്ചട്ടിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഒരു തക്കാളിയും ഒരു സവാളയും വഴറ്റി വെച്ചിരുന്നു, അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടാകും, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമ്മൾക്ക് അത് വെന്ത് വരുമ്പോഴേക്കും ഒരു പാൻ എടുപ്പത്ത ശേഷം അതിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ നമ്മൾ 1.5 മുറി തേങ്ങയായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും പിന്നെ കുറച്ച് കറിവേപ്പിലയിൽ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ മസാലക്കറികൾക്ക് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് ഇതാ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഇതാ 2 ചെറുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത ശേഷം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ മല്ലിത്തല ഇട്ട് കൊടുക്കണം. അപ്പോൾ മല്ലിത്തല ഇങ്ങനെ മസാലക്കറികൾക്ക് ഇങ്ങനെ നേരെ ഇട്ട് കൊടുത്ത് അരക്കുകയാണെങ്കിൽ മസാലക്കറികൾക്ക് ഒരു വേറെ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കടലയും ഉരുളൻകിഴങ്ങും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് തേങ്ങയുടെ കൂട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിൽ എത്ര മണിച്ചാൽ വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് കൽച്ചട്ടിയിൽ കുറേ സമയം ഇരിക്കുകയാണെങ്കിൽ കറി നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. നമ്മളെ ആവശ്യത്തിന് കുറുകി കിട്ടും. അങ്ങനെ നമ്മൾ കറി തിളച്ച് വന്ന ശേഷം അതിലേക്ക് മല്ലിത്തല വെതറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കടുകും കറിവേപ്പിൻ്റെയും മുളക് പൊടിയും ഒന്ന് താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ മല്ലിത്തല ഇങ്ങനെ നേരിട്ട് അരയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇന്നത് ഇടിയപ്പത്തിൻ്റെ കൂടെ ഇട്ടത് കടലക്കറി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.